പാർട്ടി വെയർ കളക്ഷൻ ആണ്. ബട്ടർ സിൽക്ക് ഫാബ്രിക് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ബട്ടർ സിൽക്ക് നല്ല മൂവിങ് ഫാബ്രിക് ആണ്. നമ്മുടെ ടെസറിന്റെ ഒക്കെ ഒരു ടെസർ എന്ന് പറഞ്ഞാൽ പ്യൂർ ടെസർ അല്ല, സെമി ടെസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ്, ആ ഒരു ടെക്സ്ചറിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് ബട്ടർ സിൽക്ക്. പ്രീമിയം സെറ്റ് തന്നെയാണ്. ഇതിൽ എപ്പോഴും പീസ്റ്റൽ ഷെയ്ഡ്സാണ് വരിക. ഇതുണ്ട് വർക്ക് നോക്കിയത് നല്ലൊരു ക്യൂട്ട് ഫ്ലോറൽ വർക്ക്സിൽ ഫുള്ളും ഹാൻഡ് ഹൈലൈറ്റഡ് ആണ് ഇത് ചെയ്തേക്കുന്നത്. ഫാബ്രിക് പ്രീമിയം ആണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കൂടുതലും. ഒത്തിരി ഓവർ വർക്ക്സ് ഇല്ല. ഇതിലിങ്ങനെ കൊണ്ടു കയറുന്നില്ല. നല്ല സുഖമാണ്. എല്ലാവർക്കും എപ്പോഴും കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്. വന്നിട്ട് നമുക്ക് നോക്കാം. സോ ഇതിനും നല്ല വിഡ്ത്തും ലെങ്ത് ഓൾമോസ്റ്റ് നമ്മുടെ 2.6 മീറ്റർ വരുന്ന ഒരു ലെങ്ത് ഒക്കെ ഇതിനും ഉണ്ട്. കണ്ടില്ലേ, ഫുൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്. സോ നമ്മളത് കയറ്റുമ്പം നോർമൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലെങ്ത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണ്. പീസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഡാർക്ക് കളർ ഇരിക്കുന്ന ഒരു ലൈറ്റ് കോറൽ കളർ ഷെയ്ഡിൽ ഈ ഒരു പോർഷൻ നല്ലൊരു ഫ്ലോറൽ വർക്ക്സ് അതിൽ ഹാൻഡ് ഹൈലൈറ്റഡ് ആണ് കൊടുത്തേക്കുക. അപ്പർ പോർഷനിൽ ചെറുതായിട്ട് ഫ്രഞ്ച് നോട്ട്സ് വരുന്നുണ്ട്. നല്ല ഫാബ്രിക് ആണ്. നല്ല ലുക്കുള്ള ഫാബ്രിക് ആണ്. ഇതേപോലെ വരും ടോപ്പ്. ദുപ്പട്ട പ്രീമിയം സെറ്റ്സിൽ ഒത്തിരി ഓവറായിട്ട് വരാതെ വളരെ മിനിമൽ സ്റ്റൈലിൽ ഫ്ലോറൽ വർക്ക്സ് ചെയ്തേക്കുന്ന സെയിം ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. അതായത് ബട്ടർ സിൽക്കിൽ തന്നെ ഉള്ള ദുപ്പട്ടയാണ് വെയർ ചെയ്തേക്കുക. വിത്ത് സെയിം കളറാണ് ബോട്ടു. സോ ഇത് നമ്മൾ നേരിട്ട് കാണുമ്പം വീഡിയോയിൽ ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നേരിട്ട് കാണുമ്പോൾ നല്ല ഷെയ്ഡ്, അതായത് ഒരു യെല്ലോ, നമ്മുടെ ലെമൺ യെല്ലോടെ തന്നെ വളരെ പീസ്റ്റലായിട്ട് നിൽക്കുന്നത്. എന്നാൽ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു യെല്ലോ ലൈറ്റ്, ചെറിയ ഗ്രീനിൻ്റെ ബ്ലണ്ട് വന്നേക്കുന്ന ഒരു യെല്ലോ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ. നല്ല ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട്. വീഡിയോയിൽ കാണുന്ന കളറേ അല്ല, നല്ല ഷെയ്ഡാണ്. ഇതിലെല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. പ്രീമിയം സെറ്റാണ്. വളരെ മിനിമൽ വർക്കാണ്. കൊണ്ടുവരാനൊന്നുമില്ല. നല്ല സുഖമുള്ള വർക്കാണ്. ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ദുപ്പട്ട ബേസിന് തന്നെ കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ ബ്ലണ്ടഡ് കളർ ബോർഡർ ആക്കിയിട്ട് ബാക്കി സെൽഫ് കളറിൽ മൾട്ടി കളർ ഫ്ലോറൽ പ്രിന്റ്. ഇതാണ് ലുക്ക്. 1480 പ്രൈസ്. ഇതൊരു പേസ്റ്റൽ ലൈലാക്ക് കളർ ഷെയ്ഡാണ്. അതായത് ലാവെൻഡറിന്റെ ഒരു പേസ്റ്റൽ ടോൺ ഇതിൽ മിക്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്, ലൈറ്റ്, എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഒന്നും ഡാർക്ക് ഷെയ്ഡ്സ് ഇല്ല. വളരെ പേസ്റ്റലായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സിലാണ് ഒരു പ്രീമിയം സെറ്റ് വന്നിരിക്കുന്നത്. ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക്. ദുപ്പട്ടയിലെ ബേസ് കളറിന്റെ തന്നെ ഡാർക്ക് കോമ്പിനേഷൻ ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ സ്ഥലത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ബോർഡറിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ലുക്ക്. സോ ഇതാണ് ലാസ്റ്റ് കളർ. ഇതും വീഡിയോയിൽ കളർ ചേഞ്ച് ആണ്. ഒരു ബ്ലൂ ആയിട്ടല്ലേ ഫീൽ ചെയ്യുക. ബ്ലൂ അല്ല, ആപ്പിൾ ഗ്രീൻ ആണ്. ബോട്ടത്തിന്റെ കളർ ഷെയ്ഡാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡാണ്. എല്ലാം പീസ്റ്റൽ, നല്ല ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ലൈറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നല്ല ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ടർ സിൽക്ക് ഫാബ്രിക് ആണ്. ടോപ്പിൽ ഫ്ലോറൽ വർക്ക്സ് വിത്ത് ഹാൻഡ് ടച്ചപ്പ് ആൻഡ് ദുപ്പട്ട ബ്യൂട്ടിഫുൾ ഫ്ലോറൽ വർക്ക്സ് വിത്ത് ബോർഡർ ഡാർക്ക് ടോണിൽ ചെയ്തേക്കുന്നു. 1480 ആണ് പ്രൈസ്. ബോട്ടം സാൻഡൂണും ക്രേപ്പും മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ചിലതിൽ സാൻഡൂൺ അത് കളർ അവൈലബിലിറ്റി, ബാക്കി എല്ലാത്തിലും ക്രേപ്പ് അല്ല, ഇതൊന്നൊരു ടൈപ്പ് ഓഫ്, അത് ക്രേപ്പിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത്രയും ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.